കേരളത്തിൽ 2 ദിവസമായി മലയോരങ്ങളിൽ അതിശക്തമായ മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴ വരുമ്പോഴും ഡാം നിറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. വൈദ്യുതിയുടെ മീനച്ചലാറിൽ നല്ല വെള്ളപ്പൊക്കം വന്നു, അല്ലെങ്കിൽ പ്രളയം വന്നില്ല, വെള്ളപ്പൊക്കത്തിൻ്റെ രൂപത്തിൽ വരുന്നു. തീരദേശത്തുള്ളവരെല്ലാം വലിയ ഭീഷണിയിലാണ്. ഉരുൾപൊട്ടലിൻ്റെ ചെറിയ ഉരുളുകൾ പല സ്ഥലങ്ങളിലും മലയോര ജില്ലകളിൽ സംഭവിക്കുന്നു. ആൾനാശവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ചെറിയ വാർത്തയായി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഏതൊരു പ്രകൃതിയുടെ പ്രതിഭാസം ഉണ്ടായാലും, അത് ഉരുൾപൊട്ടലായാലും പ്രളയമായാലും വെള്ളപ്പൊക്കമായാലും ഇനി ആക്സിഡൻ്റ് ആയാലും ആൾനാശമുണ്ടായാലാണ് നമുക്ക് കൂടുതൽ വാർത്തയാകുന്നത്, അല്ലെങ്കിൽ അതിനൊരു ഗൗരവമില്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണം മുണ്ടകയ്യിൽ ചൂരൽമലയിൽ ഉണ്ടായതിനേക്കാൾ വളരെ വലിയ ഉരുൾപൊട്ടൽ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായി. പക്ഷേ അത് വലിയ വാർത്തയായി പോയില്ല. അതേ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. അപ്പോൾ വാർത്തകൾ എപ്പോഴും വരുന്നത് മനുഷ്യൻ്റെ ജീവന് എത്രമാത്രം, സ്വത്തിനും എത്രമാത്രം നഷ്ടം വരും എന്നതനുസരിച്ചാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഇന്നലെ അങ്ങനെ വ്യാപകമായ നാശനഷ്ടം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവനൊന്നും നഷ്ടം സംഭവിച്ചിട്ടില്ല. ആരും മരിച്ചതായി റിപ്പോർട്ടുകളൊന്നും കാണുന്നില്ല. അതേസമയം ശക്തമായ മഴയാണ് ഇന്നലെയും 2 ദിവസമായി കാണുന്നത്. മലയോര മേഖലകളിലാകെ അതിശക്തമായ മഴയാണ്. ആളുകൾ വളരെ സങ്കടപ്പെടുന്ന ഒരു കാലമാണുള്ളത്. ഇത് വളരെ പ്രധാനമാണ്. പാലായിൽ വലിയ തോതിലാണ് വെള്ളപ്പൊക്കം വന്നിരിക്കുന്നത്. പാലാ സ്ട്രീറ്റെല്ലാം, അവിടുത്തെ റോഡെല്ലാം നിറഞ്ഞു കവിഞ്ഞ് വളരെ വലിയ തോതിൽ മീനച്ചലാറ് നിറഞ്ഞു കവിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാലാ മുങ്ങുന്ന ഒരു കഥയാണ് ഇന്നലെ കണ്ടത്. കേരളത്തിന് നമ്മൾ കഴിഞ്ഞ 20 വർഷമായി തുടർച്ചയായി 10 വർഷമായി വളരെ അഗ്രസീവായി ഞാനൊക്കെ പറയുന്നൊരു വിഷയമാണ്. കേരളത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു നിമിഷം പോലും കേരളത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കേരളത്തിൽ അതീവ ഗൗരവമായ ദുരന്ത പരിപാലന പരിപാടികൾ അത്യാവശ്യമാണ്. അതിന് ജനങ്ങളെ സാക്ഷരരാക്കിയേ കഴിയൂ. അവരെ ഭൂസാക്ഷരരാക്കണം, കാലാവസ്ഥ സാക്ഷരരാക്കണം, ദുരന്ത പരിപാലനത്തിൻ്റെ സാക്ഷരരാക്കണം, പരിസ്ഥിതി സാക്ഷരരാക്കണം, ജലസാക്ഷരരാക്കണം, മഴ സാക്ഷരരാക്കണം. പറഞ്ഞാൽ ഒരു വള്ളം പരിപാടികളുണ്ട്. കേരളത്തിനെ വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അവർ ആവശ്യമായ തയ്യാറെടുപ്പുകളും സന്നാഹങ്ങളും നടത്തേണ്ടതുണ്ട്. ഇനിയും നമുക്ക് നൽകാൻ ജീവനുകളില്ല. ആയിരക്കണക്കിന് ജീവനുകളാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രം, മാൻമെയ്ഡായിട്ടുള്ള നമ്മളുടെ തന്നെ കുഴപ്പങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ജീവനുകളാണ് കേരളത്തിൽ ഇല്ലാതായത്. ഉരുൾപൊട്ടലായാലും പ്രളയമായാലും ഒരുപാട് അശ്രദ്ധകൾ കൊണ്ടും വികലമായ വികസന കാഴ്ചപ്പാടുകൾ കൊണ്ടും നാം നടപ്പിലാക്കി വയ്ക്കുന്ന വളരെ അതിവികലമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് ഇങ്ങനെ കേരളത്തിൽ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഉണ്ടാകുന്നത്. ഇത്ര ചെറിയ മഴകളിൽ പോലും, അതിശക്തമായ മഴയെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഉണ്ടായ വളരെ വലിയ മഴയല്ല വരുന്നത്. പക്ഷേ എങ്കിലും ആ വരുന്ന മഴ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ സ്ഥലത്ത് വലിയ മഴ. ഇതാണ് പ്രശ്നം. കേരളത്തിൻ്റെ പുതിയ പ്രശ്നം ഇതാണ്. കുമുലോനിംബസ് ക്ലൗഡുകൾ അല്ലെങ്കിൽ മേഘങ്ങളും ചെറിയ മേഘവിസ്ഫോടനങ്ങളും ഒക്കെ ആയിട്ട് കേരളത്തെ പിടിച്ച് കുലുക്കുകയാണ് മഴ. ഒരു കാലഘട്ടത്തിൽ മഴ മലയാളിയുടെ നൊസ്റ്റാൾജിയായിരുന്നു. വളരെ വലിയ ഗൃഹാതുരത്വം തന്നതായിരുന്നു മഴ. നമ്മുടെ സിനിമകളിൽ, നാടകങ്ങളിൽ, കഥകളിൽ, ഗാനങ്ങളിൽ, നോവലുകളിൽ എല്ലാം മഴ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു. സിനിമയിലൊക്കെ വളരെ പ്രധാന കഥാപാത്രമായിരുന്നു. പിറവി എന്ന സിനിമയിൽ മഴയാണ് ഏറ്റവും പ്രധാന കഥാപാത്രം. അതുപോലെ കമലിൻ്റെ ധാരാളം സിനിമകൾ, ഷാജിയൻ കരുണിൻ്റെ എല്ലാ സിനിമകളിലും, നിരവധി സിനിമകളിൽ മഴ, അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകളിലൊക്കെ മഴ ഒരു പ്രധാന കഥാപാത്രമാണ്. പക്ഷെ ആ മഴ ഇന്ന് നമുക്ക് ഭയമാണ്, ഭീതിയാണ്, സങ്കടമാണ്, ദുഃഖമാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ കൃത്യമായ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. മഴ കേരളത്തിൽ മാറുന്ന മഴ വീണ്ടും വരുന്നു എന്നുള്ളതാണ് കഥ. അത് ആദ്യമേ നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തിന് അടുത്ത് കിടക്കുന്നത് കൊണ്ട് 8 ഡിഗ്രിക്കും 12 ഡിഗ്രിക്കും ഇടയ്ക്ക് കിടക്കുന്നത് കൊണ്ട് നല്ല സൂര്യപ്രകാശം വർഷത്തിൽ കിട്ടും. കടലിൻ്റെ സാമീപ്യം പടിഞ്ഞാറുള്ളത് കൊണ്ടും കേരളത്തിൻ്റെ കിഴക്കൻ തീരത്തും ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തും കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളായ സഹ്യാദ്രി ഉള്ളത് കൊണ്ടും ഇവിടെ കിട്ടുന്ന നീരാവി കൃത്യമായി ഇതിനകത്ത് തന്നെ കിടന്ന് കളിക്കും. കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് ഉയർന്ന് കുറച്ച് ദൂരം വെർട്ടിക്കലായി ലംബദിശയിൽ സഞ്ചരിച്ചതിന് ശേഷം നേരെ അത് ടേൺ ചെയ്ത് വെർട്ടിക്കലായി അത് തിരശ്ചീന ദിശയിലേക്ക് ഹൊറിസോണ്ടൽ ആയി മാറി, വെർട്ടിക്കലിൽ നിന്ന് മാറി ഹൊറിസോണ്ടലായി മാറി തിരശ്ചീന ദിശയിലേക്ക് മാറി മലനിരകളെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ, മലനിരകളിൽ എത്തുമ്പോൾ
അവിടെ അപ്പുറത്തേക്ക് പാലക്കാട് ഗ്യാപ്പും പുനലൂരും ഒക്കെ ഒഴിച്ച് അപ്പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് ആ മഴക്കാറ്റുകൾക്ക് പോകാൻ ഞാൻ സിമ്പിളായി പറയുന്നു, മഴക്കാറ്റുകൾക്ക് പോകാൻ കഴിയാതെ അവിടെ കിടന്ന് കറങ്ങുമ്പോൾ ആ കറക്കത്തിന് പിന്നെ മലകളുടെ ഒരു ഫോഴ്സ് കൂടി ഉള്ളത് കൊണ്ട് അതിനെ ലിഫ്റ്റ് ചെയ്യും മുകളിലേക്ക്. അങ്ങനെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ധാരാളം മരങ്ങൾ ഉണ്ടാവുകയും ആ മരങ്ങളിലൊക്കെ തട്ടിയും തടഞ്ഞും മുകളിലോട്ട് പോകുന്ന മേഘങ്ങൾ തണുത്തുറഞ്ഞാണ് ഇത്രയും വലിയ മഴ വരുന്നത്. പക്ഷേ മഴ വളരെ വലിയ ഉയരങ്ങളിൽ നിന്ന് വരുന്നു. ആ മഴയെ പ്രതിരോധിക്കാനുള്ള, ആ മഴയെ തടയുവാനുള്ള, മഴയെ തടയാനല്ല, അതിൻ്റെ ആഘാതം കുറയ്ക്കുവാനുള്ള ബഹുതലത്തിലുള്ള വന ആവാസ വ്യവസ്ഥ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു നല്ല വന ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും പൊക്കമുള്ള മരങ്ങൾ, വളരെ പൊക്കമുള്ള മരങ്ങൾ, ആഴത്തിൽ വേര് പോകുന്ന മരങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ പൊക്കം കുറവുള്ളത്, പിന്നെ പൊക്കം കുറഞ്ഞത്, ഇങ്ങനെ പിന്നെ കഴിഞ്ഞ് ഷ്രബ് എന്ന് പറയുന്ന മുൾച്ചെടികൾ, അത് കഴിഞ്ഞ് പിന്നെ പുൽമേടുകൾ, പിന്നെ പുൽത്തകൾ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹൈറാർക്കി. പക്ഷെ അങ്ങനെ വരുമ്പോഴുള്ള ഗുണം, ശക്തമായ മഴ ഏറ്റവും വലിയ മരങ്ങളിൽ, വലിയ ഇലകളുള്ള, വലിയ തടിയുള്ള, കായ്ഫലമുള്ള മരങ്ങളിൽ വീഴുമ്പോൾ അതിൻ്റെ ശക്തി ഒന്ന് കുറയും. മഴത്തുള്ളിയുടെ അടുത്ത ലെയറിൽ വീഴുമ്പോൾ വീണ്ടും കുറയും. ഇങ്ങനെ പല തട്ടി മുൾച്ചെടിയിലെത്തുമ്പോൾ അതിൻ്റെ ശക്തി നന്നായി കുറയും. എന്നിട്ട് വീണ്ടും പുൽച്ചെടിയിൽ വീഴുമ്പോൾ വളരെ ശക്തി കുറഞ്ഞ ഒരു മഴയായിരിക്കും പുൽച്ചെടിയിൽ വീഴുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത്, പുൽച്ചെടിയുമില്ല, ഈ പറഞ്ഞ മുൾച്ചെടിയുമില്ല, പുല്ലുവർഗവുമില്ല, ബഹുതലത്തിലുള്ള മരങ്ങളുമില്ല, ബഹുനിലകളിലുള്ള അപ്പോൾ എന്താ സംഭവിക്കുക? മഴ പെയ്താൽ വളരെ ശക്തമായി പെട്ടെന്ന് തന്നെ ഭൂമിയിൽ മണ്ണിൽ വീഴുമ്പോൾ അത് മണ്ണെടുത്തുകൊണ്ട് പോകും, മണ്ണിൻ്റെ മേൽമണ്ണിനെ അടർത്തിക്കൊണ്ട് പോകും. കാരണം മേൽമണ്ണ് വളരെ കുറവാണ് കേരളത്തിൽ, ആഴത്തിലുള്ള മേൽമണ്ണിലുള്ള സ്ഥലമല്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ്. ഇത് എത്രയോ വീഡിയോകളിൽ എത്രയോ രൂപത്തിൽ പറയുന്നു. പക്ഷെ നമ്മൾ പറയുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പരിമിതിയുണ്ട്. സർക്കാർ ഇത് ഗൗരവമായി ചിന്തിച്ച് ഒരു കൃത്യമായ ജനങ്ങളെ ഇത് പഠിപ്പിക്കണം. കാട് മുതൽ കടൽ വരെ എങ്ങനെ ഇനി മനുഷ്യർ കേരളത്തിൽ, കടൽ തീരം വരെ എങ്ങനെ മനുഷ്യർ കേരളത്തിൽ ജീവിക്കണമെന്ന് പുതിയ പാഠം പഠിച്ചേ കഴിയൂ. അല്ലാതെ കേരളത്തിൽ 1 മില്ലിമീറ്റർ പോലും, 1 നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല. അതിനുള്ള ബഹുജന വിദ്യാഭ്യാസവും ആവശ്യമായ തയ്യാറെടുപ്പുകളും കേരളം എത്ര കണ്ട് ചെയ്യും, അതിനനുസരിച്ചായിരിക്കും കേരളത്തിൻ്റെ ഭാവി.